അയാൾ അങ്ങനെ ചൊല്ലുള്ളൂ. ഇതെല്ലാം നടക്ക് ആരൊട്ടിಗೆ സമാലോചനയാക്കി അഭിപ്രായം പോലും ചൊല്ലുന്നില്ല. അപ്പോ രഹസ്യം ചൊല്ലൊരു വിഷയമേ ഇല്ല. എന്തൊരു മുസീബത്താണ് റബ്ബേ. പവത്തുള്ള ഹൈറുമില്ലാഹിരിയാൻ ചിലപ്പോ ഞാൻ പേരിക്കല് ഇന്നത്തെ കാലാണ് ചൊന്നെങ്കിൽ ഭൂമിയിലെ ഉൾഗ താമസിക്കലാണ്, പുറത്ത് താമസിക്കരുത് രട്ടി ഹൈറ്. എന്തൊരു മസ്ലഹത്ത് ഒരാളിലൊട്ടി ഒരു വിഷയം വന്ന് അവൻ അങ്ങനെ പോയിട്ട് അതിൽ പാട്ടില്ലേ രഹസ്യം ചൊല്ല വിഷയമേ ഇല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കിടാവാണ്. ആ കിടാവ് ഒരു പക്കം കളിച്ചോണ്ടുണ്ട്. കളിക്കുമ്പോ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെല്ലു, മെല്ലെ കാതിൽ ഒരു രഹസ്യ ഊതു, മെല്ലെ ചെല്ലു. നീ ഒരാളെ മുട്ട പോയിട്ട് ഒരു വിശേഷം ഒന്ന് പറഞ്ഞു രഹസ്യാണ്. ഈ കിടാവിടെ ടീച്ചുണ്ട്. ഒരു കിടാവുടെ ഉത്തരവാദിത്വ ബോധം നിങ്ങൾ നോക്കൂ. ഈ ചെറിയ കിടാവുടെ ഉത്തരവാദിത്വ ബോധം മഹാന്മാർ ചൊല്ല ഈ ഉത്തരവാദിത്വ ബോധത്തെ മേലിൽ ഞങ്ങളുടെ മക്കളെ ബലത്തവും സാധ്യമാവുന്നു. ഞങ്ങളുടെ മക്കളെ മൈതാനത്തിൽ ഇരിക്കാറ്, റോഡ് സൈഡിൽ ഇരിക്കാറ്, അധിക സമയവും അങ്ങനെ മേയിക്കരുത്. എത്ര വലിയ ആയെങ്കിലും അവന്റെ മക്കളാട്ടിയെ കൊണ്ടേയില്ലേ. അങ്ങനെ ആവു തീരാണ്ട് അനസ് റളിയല്ലാഹു ഉദ്ധരിച്ചിട്ടാണ് ചൊല്ലേ. അനസ് റളിയല്ലാഹുവിന്റെ കാതിൽ ഒരു രഹസ്യം മോദിത്ത് അവിടെ പോയി ചെന്നിട്ട് പറഞ്ഞു. അങ്ങനെ അനസ് റളിയല്ലാഹു ചെന്നിട്ട് വന്നിട്ട് ഔത്ത് വെക്കുമ്പോഴത്തെ ലേട്ടായി ഉമ്മ കേൾക്കണല്ലേ. ഉമ്മ സുലൈം റളിയല്ലാഹുവിനെ കേട്ട് എവിടെ പോയിട്ട് കേട്ടു. അവ ചൊന്തു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യം ചൊല്ലുന്നത് എന്റെ കടത്തിട്ടുണ്ട്. എന്താണ് കേൾക്കും? ഞാൻ ചൊല്ലില്ല മക്കൾ സുബ്ഹാനല്ലാഹ്. ആ സംഭവം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ഞാനത് ചൊല്ലില്ല എന്താ ചൊന്നുകൊണ്ടുള്ളേ. ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലെ ഈ ചെറിയ മോണു ഉമ്മടട്ടിയെ ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യം ഞാൻ ചൊല്ലില്ലേ. ഉമ്മ ചൊല്ലുണ്ടാക്കിയിട്ട അങ്ങനെ കൂടെ വിടല്ലേ ചൊല്ലു നാളാരട്ടിയെ ചൊല്ലില്ല. ലാസ്റ്റ് ആ നിബന്ധന ഒത്തുകൊണ്ട് ഞാൻ ചൊല്ലേ നീ ആരൊട്ടിಗೆ ചൊല്ലുക ഗ്യാരണ്ടി അല്ലേ, ഉറപ്പല്ലേ, സത്യല്ലേ ഇട്ട എന്നിട്ട് ഓൺ പോയിട്ട് പിന്നെ അന്നെ സത്യം പാട്ടില്ല നീ ആരൊട്ടിಗೆ ചൊല്ലുകയാണ്. അങ്ങനെ സുബൈര് പിടിച്ച് പോയിന്താവുമ്പോ ഇടി ദുനിയാവ് എത്തിട്ടേ എന്തൊരു മുസീബത്ത് റബ്ബേ. പെണ്ണിങ്ങനെ ചിലപ്പല്ലേ ആരയിക്കല് ഒരാൾ ചെന്ന് ഒരു അഡോഡീസ് ഇല്ലാണ്ട് ഒരു കാര്യം ലോകമെമ്പാട് എത്തുന്നുണ്ടായി ഒരു പെണ്ണോട് ചൊല്ലണം. അല്ല ചൊല്ലുമ്പോ മാത്രം കാലി ചെന്നമയാൾ ഇതും കൂടി ചൊല്ലണം. നീ ആരോട്ട് ചൊല്ലുതീറ ഞാൻ ഇല്ലോട്ട് മാത്രം ബീസത്തിൽ ചെന്നുകൊണ്ടുള്ളേ അവൾ അങ്ങനെ പോയിട്ട് ചെല്ലാതെ നീ ആരോട്ട് ചെന്നിരുന്നാണ്. ഈ സീക്കിന്റെ ആണിങ്ങവും കൊണ്ടുണ്ടാ ചെന്നുകൊണ്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു വിഷയമേ ഇല്ല. എന്തൊരു മുസീബത്ത്. ഈ അനസ് റളിയല്ലാഹു അൻഹു ഉമ്മടൊട്ടിയെ ചൊല്ലെ നാൻ ചെല്ലില്ല. അപ്പൊ ഉമ്മന്റെ ചെന്നുകൊണ്ടുണ്ടാ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിർ ചൊല്ലുകേ പോകണ്ട, ആരൊട്ടിയും ചൊല്ലണ്ട. ഇതുവരെ കൊണ്ടില്ല സിർ എന്തിനും ചൊല്ലുന്നു. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലിട്ടേ ഇല്ല. എല്ലാ ഹദീസും റിപ്പോർട്ടാക്കിയ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ സിർ എന്തിനെ മഹ്ശറത്തിൽ കേൾക്കണത്രേ. പോയി അനസ് റളിയല്ലാഹു ആ സിർ ഔലിയും ചെല്ലാതെ അത് അമീനാണ്, ചെല്ലും മുക്തമനാണ്, വിശ്വസ്തനാണ്, പ്രാമാണിക വ്യക്തിയാണ്. അങ്ങനത്തെ പ്രാമാണികൻ ആരുള്ള പട്ടാപകലിൽ ലൈറ്റ് ഇട്ടൊരു തേരണോ അമീനോടുള്ള ലോകത്ത് അള്ളാഹു ഞങ്ങൾ രക്ഷപ്പെടുത്തി തെരുമാറാവട്ട്. നിസ്കാരക്കാരുള്ളാറ്, നോമ്പുകാരുള്ളാറ്, സക്കാത്തുകാരുള്ളാറ്, സ്വതക്കാരുള്ളാറ്, അതേ സമയത്ത് അൽ അമീൻ പ്രാമാണിക്കർ വിശ്വസ്തർ എവിടെയുള്ളാറ് അള്ളാഹു ആലം. അതുകൊണ്ടാണ് ബഗ്ദാദര സന്തിൽ ഒരു ദൂതനായ ആൾ വന്നിട്ട് ചൊല്ലു. ഞാൻ ഒരു ബുക്കിൽ വായിച്ചതാണ്, ഒരു പത്രത്തിൽ. എന്തിനെ ചൊല്ലേ? ഇതാ ബഗ്ദാദിൽ മുസ്ലിമീങ്ങളാണ്, ഞാനൊരു യഹൂദിയാണ്, ഞാനൊരു അക വാങ്ങിയത് നന്റെ ഔത്തെ എടുത്തതിന്റെ ദുപ്പട്ട് പൈസക്ക് ഞാൻ വിറ്റുകൊണ്ടുള്ള 10 ലാക്ക് എടുത്തത് 20 ലാക്ക് വിൽக்கிறேன். എല്ലാവർക്കും അത്ഭുതം. നിന്റെ ഔത്തിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി എന്തുണ്ടു, പ്രത്യേകത എന്തുണ്ടു? അപ്പൊ അയാൾ ചെന്ന മറുപടി അങ്ങനെ ഫെസിലിറ്റി എന്തുമില്ല, നിങ്ങളെ കീഴായിട്ടിക്കൂ. പക്ഷേ നന്റെ ഔത്തിലെ ചുറ്റുഭാഗത്ത് 300 മുസ്ലിമീങ്ങളാകൊണ്ട്, നന്റെ ഔത്തിലെ ചുറ്റും 300 മുസ്ലിമീങ്ങളാകൊണ്ട് നിങ്ങൾ നന്റെ ഔത്ത എടുത്തിട്ട് നിങ്ങൾ സുബൈക്ക് നിങ്ങൾ ഔത്തിലെ എല്ലാ വിലവാളുള്ള സാധനത്തെ ഔത്തിലെ ഡോറിന്റെ മുട്ട ഇട്ടിട്ട് ഓപ്പൺ ആക്കിയിട്ട് ലോകമെമ്പാടും ചുറ്റിട്ട് പറ. ഇതിൽ ഒരു ഫിൽസ് പോലും ഒരാൾ എടുക്കാ. എന്റെ നന്റെ അയൽവാസി മുസ്ലിമീങ്ങളാണ് യഹൂദിയ ചൊന്നുകൊണ്ടുള്ളത്. അപ്പൊ മുസ്ലിമീങ്ങളിന്റെ പ്രയാസങ്ങളും ദുരന്തങ്ങളും ബേജാറുകളും വരവുള്ള കാരണം ആരെന്ന് കേട്ടെങ്കിൽ ഒരർത്ഥത്തിൽ ഞങ്ങമേ കാരണമാണ്. ഞങ്ങളുടെ സമസ്യ പലപ്പോഴും ഞങ്ങളുടെ മേലിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് നിയമത്ത് വന്നിരെങ്കിൽ അള്ളാഹുടെ മുത്താണ്. അതേ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നിരെങ്കിൽ പവിമാകസവത്തായിരിക്കും നിങ്ങൾ ആക്കിയെത്ത ഉപദ്ര പ്രയാസങ്ങൾ കാരണം കൊണ്ടും ചൊന്നത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അലർട്ടാവണോ, വെറും നിസ്കരിച്ചെന്മയ്യാവലെ മുസ്ലിമീങ്ങൾ നല്ല അഖ്ലാഖുള്ള സ്വഭാവമുള്ള എനിക്ക് ആൾമാറാവണോ. അള്ളാഹു ഞങ്ങളെ നന്നാക്കി തെരുമാറാവട്ട്. ഞാൻ ചെന്നത് അപ്പൊ മുഷാവറാക്കളുടെ വിഷയം ചെന്നുകൊണ്ടുള്ള. അപ്പൊ ഒരാൾ വന്നിട്ട് ഇന്നാലിന്ന നേരക്കാരുടെ ആ പെണ്ണിനെ എങ്ങനെ ഉണ്ട് കേട്ടെ ഞാൻ ഗൊന്തുണ്ടുണ്ട് നേരെ ചൊന്നോളൂ. ഗൊന്തിനെ മുണ്ടുകേ തീറ വെറുതെ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചൊല്ലുകേ തീറ. വെറുതെയും തപ്പാട്ട് ഊതിറ, പെണ്ണ് തപ്പാട്ട് ഊതിറ, ആണ് തപ്പാട്ട് ഊതിറ. അപ്പൊ അതെല്ലാം അക്രമാണ്. പക്ഷെ നക്ക് ഗൊന്തുണ്ടുണ്ടായി ചൊന്നു കൊടുക്കുക. കാരണം അൽ മുസ്തസാറു അമീനും
ആരൊട്ടിയെ ഞാൻ സമാലോചന ആക്കണം പ്രാമാണിക വ്യക്തിയാണോ നേർ ചൊല്ലണം ചൊല്ലുമ്പോൾ